നമസ്കാരം. ഗ്രാമി ഉച്ചവാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാട്ടർ അതോറിറ്റിയുടെയും കരാറുകാരുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും രഹസ്യ കരാർ വിജിലൻസ് അന്വേഷിക്കുക. മിനി കുടിവെള്ള പദ്ധതി കള്ളക്കളി വിജിലൻസ് അന്വേഷിക്കുക. ജലജീവൻ പദ്ധതി പ്രകാരം പൊളിച്ച റോഡുകൾ ശരിയാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി A മുഹമ്മദ് ഹാഷിം മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് തളിക്കുളം മണ്ഡലം പ്രസിഡന്റ് PS സുൽഫിക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളായ ഹിറോസ് ത്രിവേണി, ഗഫൂർ തളിക്കുളം, CV ഗിരി, മുനീർ ഇടശ്ശേരി, വിനോദൻ നെല്ലിപ്പറമ്പിൽ, ഷൈജ കിഷോർ, ഗീത വിനോദൻ, AS ഷീബ, നീന രമണൻ, സജു ഹരിദാസ്, സുമിത സജു, ബേബി എന്നിവർ സംസാരിച്ചു. പത്താം കല്ലിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് വാസൻ KR, VA ഷക്കീർ, KS രാജൻ, പ്രകാശൻ പോർത്തറ, ബഷീർ മടത്തിപ്പറമ്പിൽ, VC സുധീർ, K വിജയൻ, PM മൂസ, KB ഷാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. കുടിവെള്ളം ലഭിക്കാത്ത ഉപഭോക്താക്കളിൽ നിന്ന് പണം ഈടാക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നിവേദനവും നൽകി. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ പര്യടനം നടത്തി. സങ്കൽപ യാത്രയുടെ ഉദ്ഘാടനം MP ലഹർ സിംഗ് സിറോയ നിർവഹിച്ചു. ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ മോഹനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഐശ്വര്യ IS പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡ് കേന്ദ്ര സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ ഇൻഷുറൻസ് 100% പൂർത്തീകരിച്ചതിന്റെ ഫോമുകൾ വാർഡ് മെമ്പർ ഷൈൻ നെടിയിരിപ്പിൽ സാമ്പത്തിക സാക്ഷരതാ കൗൺസിൽ പ്രതിനിധി ഗീത PR ചടങ്ങിൽ കൈമാറി. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ പേര് ചേർക്കുന്നതിനുള്ള സൗകര്യം, കാർഷിക മേഖലയിൽ ഡ്രോൺ ഉപയോഗം പരിചയപ്പെടുത്തൽ, ഉജ്ജ്വല യോജനയ്ക്കു കീഴിൽ പുതിയ പാചകവാതക കണക്ഷനുകൾ വിതരണം ചെയ്യൽ എന്നിവയും യാത്രയോടനുബന്ധിച്ച് നടന്നു. കാനറ ബാങ്ക് വലപ്പാട് ബ്രാഞ്ച് മാനേജർ ജീൻ T ജോൺ, വാർഡ് മെമ്പർമാരായ ഷൈൻ നെടിയിരുപ്പിൽ, രശ്മി ഷിജോ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനമന്ത്രി കേന്ദ്ര ഗുണഭോക്താക്കളോട് നേരിട്ട് സംവദിക്കുന്ന പരിപാടിയുടെ സംപ്രേഷണവും വികസിത് ഭാരത് സങ്കൽപ് യാത്രയോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. ചാഴൂർ കോക്കന്ദ്ര ശ്രീ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും തോറ്റംപാട്ട് മഹോത്സവവും ആഘോഷിച്ചു. വ്യാഴാഴ്ച രാവിലെ പള്ളിയുണർത്തൽ, അഭിഷേകം, മഹാഗണപതി ഹവനം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം, തുടർന്ന് വിശേഷാൽ പൂജ, നാഗങ്ങൾക്ക് പാലും നൂറും കൊടുക്കൽ, എഴുന്നള്ളിപ്പ്, മുത്തപ്പന് കളമെഴുത്തുപാട്ട്, തുടർന്ന് പ്രസാദൂട്ട് എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി CK നാരായൺകുട്ടി തന്ത്രിയും ക്ഷേത്രം മേൽശാന്തി ചാഴൂർ ശ്രീകുമാർ ശാന്തിയും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് വിഷ്ണുമായ കളം, ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, അത്താഴപൂജ, പറ്റ്, കേളി, ഇരിഞ്ഞാലക്കുട കലാമണ്ഡലം ബാബുവിന്റെ നേതൃത്വത്തിൽ തായമ്പക എന്നിവയുണ്ടായിരുന്നു. തുടർന്ന് പ്രസാദവൂട്ട്, എഴുന്നള്ളിപ്പ്, ദേവിക്കളം, വീരഭദ്രസ്വാമി കളം, ദേവിയെ പുറത്താക്കി എഴുന്നള്ളിപ്പ്, വടക്കും വാതിക്കൽ കുരുതി, മംഗളപൂജ, നടയടക്കലോടുകൂടി ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമായി. ക്ഷേത്രഭാരവാഹികളായ പ്രസിഡന്റ് വിനീഷ് മണലൂർ, സെക്രട്ടറി ദിവാകരൻ ചാഴൂർ, ഖജാൻജി സന്തോഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. പെരുങ്ങോട്ടുകര തിരുവാണിക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവം ഭക്തിനിർഭരമായി. ക്ഷേത്രം തന്ത്രി കല്ലേലി താമരപ്പള്ളി മന ദാമോദരന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ക്ഷേത്ര ചടങ്ങുകൾ. രാവിലെ ശീവലി എഴുന്നള്ളിപ്പ് നടന്നു. 5 ആനകൾ അണിനിരുന്ന പകൽപൂരം തോന്നിയക്കാവ് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. ചെറുശ്ശേരി ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ ആൽത്തറമേളം നടന്നു. നായരമ്പലം രാജശേഖരൻ ദേവിയുടെ തിടമ്പേറ്റി.
രാത്രി പൂരം പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തു നിന്നും പുറപ്പെട്ടു. പഞ്ചവാദ്യം, നാദസ്വരം, കാവടിയാട്ടം, തിറകളി എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് ഉണ്ണി ദാമോദരൻ, സെക്രട്ടറി TC പ്രസാദ്, ട്രഷറർ KG സുകുമാരൻ, ദേവസ്വം ഓഫീസർ PU നന്ദകുമാർ, ഓഫീസ് സെക്രട്ടറി ശ്രീദേവി വേണുഗോപാൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇതോടുകൂടി ഗ്രാമീയ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.